ബഹുമാനപ്പെട്ട ഷമീർ ദാരിമി ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണം തുടരുകയാണ്. ആദരവോടെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ. നമ്മൾ ഒരു വിഷയം പറഞ്ഞ് അൽഹംദുലില്ലാ ഏകദേശം പൂർത്തിയാക്കി. പരിശുദ്ധമായ ദിക്റിന്റെ മജ്ലിസിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അഭിലാഷങ്ങളെ അള്ളാഹു തആല സഫലമാക്കി തരട്ടെ. അൽഹംദുലില്ലാ എല്ലാവരും നല്ല ഒരു ഉണർവിലാണ് ഉള്ളത്. എന്നാൽ എന്റെ കൂടെ ഉറക്കുന്നു ചെന്നോളി ഇൻഷാ അല്ലാഹ്. നല്ലൊരു സന്തോഷത്തിന് വേണ്ടി എല്ലാവരും ചൊല്ലണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സോനമേ ഇഷ്ഖറിയാതെ ചൊല്ലിടും നീവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ സവിധത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിച്ചു. അതിന്റെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തു. നാളത്തേക്ക് വേണ്ടി ഒരു മുതൽക്കൂട്ടായി നിങ്ങളാൽ കഴിയുന്ന ഓരോരോ സംഭാവനകൾ ഇവിടെ അൽഹംദുലില്ലാ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ഫില്ലറുകൾ 25,000 രൂപയോളം വരുന്ന ഓരോ ഫില്ലറുകൾ ഓരോരുത്തർ ഏറ്റെടുത്തു. അൽഹംദുലില്ലാ വലിയ സന്തോഷം. ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്ത് ചെറിയൊരു സ്വർണമെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ 2 ഇവിടെ കിട്ടിയിട്ടുമുണ്ട്. എന്റെ ഉമ്മമാർ ശ്രദ്ധിക്കണം. ചെറിയ ഒന്നാണെങ്കിലും നമുക്കിവിടെ ഒരുപാട് വിശദീകരിക്കാൻ ഒന്നിനുള്ള ഒരു സമയം നമുക്കിവിടെ ഇല്ല. അള്ളാഹു നമുക്ക് തന്നുപോയ സമ്പത്തിന്റെ ഒരു ഭാഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്നു. 5 മിനിറ്റ് 5-10 മിനിറ്റ് അതിനിടയിൽ എല്ലാം അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അലി ബനാത്ത് എന്നും പറയും, അലി ബാനത്ത് എന്നും പറയും. ഈ ചെറുപ്പക്കാരൻ കോടിക്കണക്കാന സമ്പത്തിന്റെ ഉടമസ്ഥനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമ്പത്തുകൾ ഈ മനുഷ്യനിക്ക് വേണ്ടി ഇട്ടുകൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ മനുഷ്യന്റെ കാലിന്റെ ഭാഗത്തുനിന്ന് ഒരു വേദന തുടങ്ങുന്നത്. ഈ കാലിന്റെ ഭാഗത്തുനിന്ന് വേദന തുടങ്ങുമ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ തലമുറകൾക്ക് ജീവിക്കാനുള്ള സമ്പത്ത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഷൂസിന്റെ വില പോലും നമുക്ക് പറഞ്ഞാൽ താങ്ങൂല. അത്രത്തോളം സാമ്പത്തികമായ ഉന്നമനങ്ങളിലൂടെ കടന്നുപോയ ആ ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഡോക്ടർ പറഞ്ഞു, ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പടർന്നു പിടിച്ചിട്ടുണ്ട്. മാനസികമായി തകർന്നുപോയി. ആരായാലും മാനസികമായിട്ട് തകർന്നു പോകും. ഏതൊരു മനുഷ്യനും ഇതുപോലത്തെ ഒരു രോഗമാണെന്ന് കേട്ടുപോയാൽ സഹിക്കില്ലല്ലോ. ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വേദനയോടെ വീട്ടിലേക്ക് വന്നു. വളരെയേറെ സങ്കടത്തോടിരുന്ന് കരഞ്ഞുപോയി കുറെ നേരം. അങ്ങനെ ആ വേദനയിലിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു രോഗവുമില്ല, പെട്ടെന്ന് ലോകത്തോടെ വിട പറഞ്ഞു പോയി. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്.
ആശ ദഹ്റൻ ഇലാ ദഹ്രീ. രോഗങ്ങളില്ലാതെ, സങ്കടങ്ങളില്ലാതെ, വേദനകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ നല്ലതുപോലെ നടന്നുകൊണ്ട് കടന്നുപോയ നല്ല മസിൽ പവർ ഉണ്ടായിരുന്ന എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് നടന്നു പോകുന്ന വഴിയോരത്ത് വീണു പോകുന്നുണ്ട്. അലീബനാഥിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പടച്ചവനെ രോഗങ്ങളില്ല, പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയി. തന്റെ കൂട്ടുകാരന്റെ ജനാസ എടുക്കാനും മയ്യത്ത് ഒളിപ്പിക്കാനും ഒക്കെ കടന്നു പോവുകയാണ്. എല്ലാവരും കടന്നുപോയി ഖബർസ്ഥാനിലേക്കൊന്ന് ചെല്ലുന്നുണ്ട്. ആ ഖബർസ്ഥാനിലേക്കൊന്ന് ചെന്ന മയ്യത്ത് മറമാടി എല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ട്. ഈ അലീബനാഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാത്രം ആ പച്ചമണ്ണാകുന്ന ഖബറിന്റെ അരികത്തിരുന്നിട്ട് വാ തോരാതെ കരയുമ്പോ അവിടെ ഉള്ള ആലിമായ മനുഷ്യൻ ചോദിച്ചു, പൊന്നുമോനെ എന്തിനാടാ നീ മാത്രം ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ആ സമയത്ത് പറഞ്ഞു, ഉസ്താദേ കണ്ടോ, ഡോക്ടർ എന്നോട് പറഞ്ഞു പോയത് ക്യാൻസർ ആണ്, ഇത്ര മാസത്തെ അവധി കൂടെയുള്ളൂ. എന്നാൽ അവിടെ നിന്ന് ഡോക്ടർ എനിക്ക് വിധി എഴുതിയെങ്കിലും എന്റെ കൂട്ടുകാരനിക്കൊരു രോഗമില്ലല്ലോ, ഒരു സങ്കടങ്ങളില്ലല്ലോ, ഒരു വേദനകളില്ലല്ലോ. അദ്ദേഹം പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ. പിന്നെ ഈ മാരകമായ രോഗം പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എപ്പോഴാണ് വിട പറയുന്ന എന്നറിയില്ല, ഏത് സമയത്താണ് പോകുന്ന എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് തന്റെ സിംഹഭാഗം സ്വത്തുക്കളും എടുത്തിട്ട് പാവപ്പെട്ട ആഫ്രിക്കയിലെ മക്കൾക്ക് വേണ്ടി കൊണ്ടു കൊടുത്തത്. എന്തുകൊണ്ടാണ് ഇതിനാ ചെറുപ്പക്കാരന് അതിനുള്ള മനസ്സ് വന്ന എന്നറിയോ? പടച്ചവനെ നാളെ മരിക്കുമെന്ന ഒരു ചിന്ത കൽബിലേക്ക് വന്നപ്പോഴാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് ആ ഒരു ചിന്തയും ആ ഒരു ബോധവും ഉണ്ടോ? എന്നാൽ ഉറപ്പായും അള്ളാഹുവിനെ സഹായിക്കും, അള്ളാനെ സഹായിക്കുമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കും. ഞാനിവിടെ ചോദിച്ചപ്പോ തന്നെ 10,000-ഉം 25,000-ഉം 50 പാക്കറ്റ് സിമന്റുകളൊക്കെയായി തന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. പില്ലറുകൾ തന്ന ഉപ്പമാര്, ചെറുപ്പക്കാരുമ്മമാര് ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവേ, അതുകൊണ്ട് നാളത്തേക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു വെച്ചതും അവിടാണല്ലോ. നാളത്തേക്ക് വേണ്ടി ഒരു അമൽ ചെയ്തോ, നാളത്തേക്ക് വേണ്ടി കൊടുത്തോ. അതുകൊണ്ട് സഹോദരങ്ങളെ, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഉസ്താദ് ഇവിടെ വരുന്ന പരിശുദ്ധമായ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് അതുപോലെ നല്ല സംവിധാനത്തിലൂടെ വരുമ്പോ ഇതിന് ഇന്ന് ഞാനൊന്ന് കൊടുത്താൽ നാളെ എനിക്കതൊരു മുതൽക്കൂട്ടാണ്. എവിടം വരെ? ഈ കോളേജ് ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം, അവിടെ മക്കളിരുന്ന് പഠിക്കുന്നിടത്തോളം കാലം, നമ്മൾ മരിച്ചാലും മണമുറിയാത്ത ഒരു പ്രതിഫലം നമ്മുടെ കബറിടത്തിലേക്ക് വരുമല്ലോ. അതുകൊണ്ട് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളോട് തന്നെയാണ്. ആ സമയത്ത് വരാത്തവരും ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നാളത്തേക്ക് വേണ്ടി ഒരു മുതൽക്കൂട്ടായി ഉസ്താദേ ഒരു ഫില്ലർ ഈ ഇരിക്കുന്ന മുഴുവൻ സയ്യിദന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു ഭാഗ്യം ഇവിടെയല്ലാതെ വേറെ എവിടെയാ നമുക്ക് ഇനി കിട്ടാനുള്ളത്? ഇത്രയും സയ്യിദന്മാർ ആമീൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട ലിയാഖത്തിൽ തങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ദുആരക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ പടച്ചവനെ, ഈ പരിശുദ്ധമായ മഹനീയമായ മജ്ലിസിൽ എന്റെ ഉമ്മമാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഈ ഖുർആന്റെ പവിത്രമായ കോളേജിന് വേണ്ടി 1 ഗ്രാമിന്റെ ഒരു സ്വർണമാണെങ്കിലും ഇവിടെ കൊടുത്തു വിടാൻ മനസ്സ് കാണിക്കുന്ന പെങ്ങന്മാരുണ്ടോ? അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് നേരത്തെ കുറച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നവർ ഓരോ ഫില്ലർ വീതം പറഞ്ഞവരുണ്ട്. 5,000-ഉം 10,000-ങ്ങളൊക്കെ പറഞ്ഞവർ ഈ കൂട്ടത്തിലുണ്ട്. എന്നാലും നമ്മുടെ സംഘാടകർ ഇതിന്റെ ഇടയിലുണ്ട്. നിങ്ങൾ അതിന്റെ ഇടയിലൂടെ ഒന്ന് കയറണം. ഒരു 10 മിനിറ്റിന്റെ ഉള്ളില് ഇൻഷാ അല്ലാഹ് ഇനി ഒരു ഫില്ലർ 10,000-25,000 രൂപയാണ് ഇതിന്റെ ഒരു വില. ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു അമലാണ്, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു അമലാണ്. അല്ലാഹുവേ, നേരത്തെ ആദ്യം ആരംഭിച്ചു ചില ആളുകൾ, ഇനി ഈ സമയത്ത് ആരാണോ ആദ്യം തുടങ്ങുന്നത്, അല്ലാഹുവേ നിന്റെ അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാ, സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. മാഷാ അല്ലാഹ്, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ.
ആര് സർട്ടിഫിക്കറ്റ് വേണ്ട? ഈ ഉള്ള സഹോദരൻ അൽഹംദുലില്ലാ ഒരു ഫില്ലർ അല്ലാഹു തആല അല്ലാഹുവേ ആ സഹോദരനെ സ്വീകരിക്കണേ അല്ലാ. ആദ്യം തന്നെ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞതാണ്, തട്ടിക്കളയല്ലേ അല്ലാ. ജീവിതത്തിൽ സന്തോഷവും റഹ്മത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഒരു സഹോദരൻ 5333 മനാഫ് എടക്കര 10 പാക്കറ്റ് സിമന്റ്. അല്ലാഹു തആല തന്റെ ഭാര്യന്റെ എന്ത് രോഗമാണെങ്കിലും അല്ലാഹു തആല ശിഫാ ചെയ്ത് കൊടുക്കട്ടെ. ആമീൻ പറയും. ഇത്രയും സയ്യിദന്മാരുടെ ആമീൻ നിങ്ങൾക്ക് കിട്ടാൻ എന്നെ നിങ്ങൾ നോക്കണ്ട. എനിക്ക് പവർ ലിവർക്ക് ആയിരിക്കും നിരന്നിരിക്കുന്നു. എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ അവര് പതിവാണ്, അതൊന്ന് മാറിക്കിട്ടണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ദ്വാരക്കും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരു സഹോദരൻ 5313 രൂപ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കട്ടെ. അതുപോലെ നേരത്തെ ചോദിച്ച മാഷാഅല്ലാഹ് ഒരു ദിവസത്തെ സമൂസന്റെ കണക്ഷൻ ഫുള്ള് അതിനു വേണ്ടിയിട്ട് കൊടുക്കാൻ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അല്ലാഹു തആല ബറക്കത്ത് റഹ്മത്ത് അല്ലാഹു തആല എത്തി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ ചോദിച്ചപ്പോൾ തന്നെ ഏതോ ഒരു കുട്ടിയുടെ, ഇത് കണ്ടാൽ തന്നെ അറിയാം, കുട്ടിയുടെ കയ്യിൽ കിടന്നിരുന്ന ഒരു സ്വർണ്ണ വളയാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ, ഖബൂലാക്കണേ അല്ലാ. സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഇത് ഏത് കുട്ടിയുടെ കൈകളിലാണോ കിടന്നിട്ടുള്ളത് ആ കുഞ്ഞിനെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നീ നടത്തണേ അല്ലാ. ഖൈറായ വഴികളെ നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. നല്ല ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു സ്വർണ്ണ കമ്മൽ, അൽഹംദുലില്ലാ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇതുപോലത്തെ ചെറുത് കിട്ടിയാലും മതി, നാളത്തേക്ക് ഒരു മുതൽക്കൂട്ട. പെങ്ങളെ ആലോചിച്ചിരിക്കാനുള്ള സമയമൊന്നുമില്ല നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു നമുക്ക് എപ്പോഴാ സമയം നമുക്ക് അറിയില്ല. ഏതായാലും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ പൊന്നുമോളെ ഖബൂലാക്കണേ അല്ലാ. ഖൈറായ വഴികൾ നീ നിറച്ചു കൊടുക്കണേ റഹ്മാനേ. സന്തോഷം കൊടുക്കണേ റഹ്മാനേ. സുലൈഖ രണ്ടത്താണി 10000 രൂപ പിന്നെ ബിസിനസ്സിൽ സന്തോഷം കിട്ടുവാൻ വേണ്ടി. അല്ലാഹുവേ സ്വീകരിക്കണം റഹ്മാനേ, ഖബൂലാക്കണേ അല്ലാ. ബിസിനസ്സിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എങ്ങനാണോ മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്തത് അതനുസരിച്ച് ഫലം കൊടുക്കണം റഹ്മാനേ. തട്ടിക്കളയല്ല അല്ലാ. ഇതിനു പകരം ബറക്കത്തുള്ള സമ്പത്ത് നിറച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി ആരാ ഇൻഷാ അല്ലാഹ് ഈ കൂട്ടത്തിൽ നല്ല മനസ്സോടുകൂടി ഒരു ഫില്ലർ അല്ലെങ്കിൽ ഒരു 50 ചാക്ക് സിമന്റ് ഈ പരിശുദ്ധമായ മജ്ലിസിൽ കൊടുക്കും? 1 ലക്ഷം. ആരാണ് പേര് പറയാ? ഇവിടെ ഉണ്ട്. മാഷാ അല്ലാഹ് 1 ലക്ഷം രൂപ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും ചൊല്ലിക്കേ. മണ്ണിമൊത്തേ മദീനയിലാണോ മന്ദാര ചെപ്പിൻ അഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണം റഹ്മാനേ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഏതു നീയത്താണ് മനസ്സിൽ കരുതിയിട്ട് പറഞ്ഞിട്ടുള്ളത് നീ തട്ടല്ലേ റബ്ബേ. ഈ പരിശുദ്ധമായ മഹനീയമായ അല്ലാഹുവിന്റെ കലാമ് പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരു സ്ഥാപനത്തിനാണ് റബ്ബേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. നിന്റെ ഖുർആൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്, നീ തട്ടല്ലേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി ആരാ? ഹബീബേ നമ്മുടെ ഉമ്മമാരെ ഭാഗത്ത് ആളുണ്ടല്ലോ അല്ലേ? ബുഷറ മറ്റത്തൂർ അൽഹംദുലില്ലാ 10000 രൂപ. റിയാസ് പള്ളിക്കുന്നല്ലേ? പള്ളിക്കുന്ന് 5 ചാക്ക് സിമന്റും പലതുള്ളി പേര്. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും നമ്മുടെ സംഘാടകർ നമ്മുടെ വളണ്ടിയർ ഒന്നടയിലൂടെ പോയ ഇൻഷാ അല്ലാഹ് പറയും. അൽഹംദുലില്ലാ പടച്ചവന് ഒരാൾ ബുഷ്റ എന്ന് പറഞ്ഞൊരു സഹോദരി 10000, പിന്നൊരു സഹോദരൻ 5 പാക്കറ്റ് സിമന്റ്.
അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. അവരുടെയൊക്കെ ജോലികളിലും ജീവിതത്തിലൊക്കെ ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ. സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാ, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. 5 ചാക്ക് സിമന്റ് ഒരു സഹോദരൻ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സന്തോഷവും സമാധാനവും കൊടുക്കട്ടെ. ഈ കൂട്ടത്തിൽ ആരാ സഹോദരങ്ങളെ ഒരു ഫില്ലറും കൂടെ എന്റെ വകയായി. ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു ആവേശത്തിന്റെ പുറത്തല്ല. നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല. എന്നും നമുക്ക് സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ല, മക്കൾ ഓതുമ്പോഴൊക്കെ ഇവിടെ നിന്ന് പഠിക്കുമ്പോഴൊക്കെ അതിന്റെ പ്രതിഫലം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനി ആരാ ഈ കൂട്ടത്തില് ഒരു ഫില്ലർ ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ഒരു 50 പാക്കറ്റ് സിമന്റോ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുക ഇൻഷാ അല്ലാഹ്. സമയം നമുക്ക് ഒരുപാട് നേരം ചോദിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു സമയം നമുക്കില്ല. ഇവിടെ ഇപ്പൊ ദുആയുടെ സമയമാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷമാകും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉമ്മമാരെ ഒന്ന് മനസ്സ് കൊടുത്തിട്ട്, ഉമ്മമാരെ നിങ്ങളെ കൊണ്ട് എന്താണോ പറ്റ, പലതുള്ളി പെരുവെള്ളമാണ്. എത്ര ചെറുതു കൊടുത്താലും അതിവിടെ അവസാനം വലുതായിക്കൊള്ളും. പടച്ചോനെ, ഇനി ആരുടെ പേരാണ് ഇവിടെ അടുത്ത് കിട്ടുന്നത്, അല്ലാഹുവേ നീ അവരെ കബൂലാക്കണേ അല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനല്ല സെലക്ട് ചെയ്യുക, റബ്ബാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അല്ലാഹു ഒരാൾക്ക് സ്വർഗം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോ അള്ളാഹ് നന്മ ചെയ്യിപ്പിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മുഹമ്മദ് മുസ്തഫ മൈത്രന്റെ പെങ്ങടെ കുട്ടിക്ക് നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. 10 പാക്കറ്റ് രൂപ തന്നിട്ടുണ്ട്. അല്ലാഹു തആല എന്ത് രോഗമാണെങ്കിലും അല്ലാഹുവിനറിയാം. അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞു. ഇത്ര ആളില്ലേ, നിങ്ങളുടെ ആമി മതി. അല്ലാഹു തആല മാറ്റിക്കൊടുക്കട്ടെ. അല്ലാഹുവേ വേദനകളെ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ കൊച്ചുമക്കളാണ് റബ്ബേ, ആ കുരുന്നു മക്കളുടെ എല്ലാ സങ്കടങ്ങളെയും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഹിഫ്ളിൽ ബറക്കത്ത് ഉണ്ടാവാനും മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാകാൻ ഒരു സഹോദരൻ 2000 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കണം റഹ്മാനെ. സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. മക്കളുടെ നന്മ ഉദ്ദേശിച്ചൊരു പിതാവ് 5000 രൂപ. പടച്ചോനെ, എങ്ങനാണോ മക്കളെ ആ സന്തോഷം ആ പിതാവ് ഖൽബ് കൊണ്ട് കണ്ടത്, റബ്ബേ നീ അറിയുന്നവനാണല്ലോ റബ്ബേ. മക്കളെ നല്ല മക്കളാക്കണേ അല്ലാ, കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. ഇരുലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കി നീ മാറ്റണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി ആരാ ഈ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടുകൂടി, ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫില്ലർ വന്നോട്ടെ, കുഴപ്പമില്ല, ഒന്നുമില്ലെങ്കിൽ ഉസ്താദ് ഒരു 10 പാക്കറ്റ് സിമന്റ്, ഒരു 11 പാക്കറ്റ് സിമന്റ് ഞാൻ കൊടുക്കാമെന്ന് പറയുന്ന ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു 11 പാക്കറ്റ് സിമന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരാളെന്ന് കൈവക്കാൻ പറ്റും. കുറെ ആൾക്കാർ പറഞ്ഞു. എന്നാലും റഷീദ് കൊയ്ച്ചൻ അൽഹംദുലില്ലാഹ്. അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സന്തോഷവും സമാധാനം അല്ലാഹു തആല കൊടുക്കട്ടെ. ഖൈറായ വഴികൾ അല്ലാഹു തആല തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉമ്മാടെ സുഖം മാറാൻ വേണ്ടി, മക്കൾക്കൊക്കെ സന്തോഷവും സമാധാനം കിട്ടാൻ വേണ്ടി 10 ചാക്ക് സിമന്റ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ പറയും. എല്ലാവരും പറയാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇതുപോലത്തെ ഒരു മജ്ലിസിന് കിട്ടൂല. പിന്നെ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ, സയ്യിദന്മാര് അൽഹംദുലില്ലാഹ്. നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരൻ പറഞ്ഞതിന്റെ ആ ഒരു സന്തോഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് കൊടുക്കട്ടെ. മക്കൾക്ക് സന്തോഷം കൊടുക്കട്ടെ. ഉമ്മയുടെ രോഗത്തിന് അല്ലാഹു ആജിലായ കാമിലായ ശിഫ കൊടുക്കട്ടെ. പിന്നെ തലയിലെ ചെറിയൊരു അസുഖം മാറുന്നതിന് വേണ്ടി 25 പാക്കറ്റ് സിമന്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് രോഗമാണെങ്കിലും അല്ലാഹു ഷാഫിയാൻ. അല്ലാഹു തആല മാറ്റിയാൽ മാറാത്ത രോഗമില്ലല്ലോ. അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്തുണ്ട് അല്ലാഹു തആല രോഗത്തിന് ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ നീ സന്തോഷം കൊടുക്കണം റഹ്മാനെ, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഒരു സഹോദരൻ വീണ്ടും 1 ലക്ഷം രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ തട്ടല്ല റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. അർഹമായ
പ്രതിഫലം കൊടുക്കണം റഹ്മാനെ, സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. ഏത് നീയത്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതുപോലെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ബിഹഖ്ഖി നബി മുസ്തഫ മുഹമ്മദ്. ഒരു സഹോദരി പറവണ്ണ 5000 രൂപ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കണം റഹ്മാനെ, സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. 5000 രൂപ മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഇടയിൽ, കാരണം ഒരുപാട് സമയം നിങ്ങളെ ഇരുത്താനും പാടില്ലല്ലോ, നമുക്കൊരു സമയമുണ്ടല്ലോ, അതനുസരിച്ചിട്ട് പിരിയേണ്ട. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ ഒരു മജ്‌ലിസ് ഇനി കിട്ടൂല. നിങ്ങളുടെ കയ്യിൽ ഒരു ശരി പേനയും പേപ്പറും കൊടുത്ത് നമ്മുടെ സംഘാടകരെ വിടുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്നത് 5 പാക്കറ്റെങ്കിൽ 5 പാക്കറ്റ് സിമന്റ്, അല്ലെങ്കിൽ ഒരാൾ പറയാം ഒരു 1000 കല്ല് പറയാണ്, അല്ലെങ്കിൽ 100 കല്ല് പറയാം, എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. പലതുള്ളി പെരുവെള്ളം എന്നോണം ഇത്രയും ആളുകൾ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിക്കൂട്ടാൻ പറ്റും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അല്ലാഹു തആല കബൂലാക്കട്ടെ. അനസ് 5000 രൂപ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. അല്ലാഹു ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പേനയും പേപ്പർ നിങ്ങളുടെ കയ്യിലേക്കൊന്ന് കൊടുത്തു. അൽഹംദുലില്ലാഹ് കാസിം പരപ്പനങ്ങാടി 11 പാക്കറ്റ് സിമന്റ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു തആല കൊടുക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടി തങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ദുആ രക്കും. ഇബ്രാഹിം വേങ്ങര 10 പാക്കറ്റ് സിമന്റ്, ഹംസ കോഴിക്കോട് 10000 രൂപ, ബഷീർ കാവുപുര 5 ചാക്ക് സിമന്റ്, നാസിയ പറവണ്ണ 5000 രൂപ, സുബൈർ മമ്പാട് 5000 രൂപ. കുട്ടികളുടെ കേൾവിക്ക് വേണ്ടിയിട്ട് അല്ലാഹു തആല ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹു ആണല്ലോ കേൾവികളെ കീറി മുറിക്കുന്നത്. അല്ലാഹു തആല എല്ലാ സങ്കടവും മാറ്റി എങ്ങനെയാണോ ആ ഉമ്മ മക്കളെ കൊണ്ട് ആഗ്രഹിച്ചത് അതുപോലെ അല്ലാഹു തആല ആക്കി കൊടുക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകര് അൽഹംദുലില്ലാഹ് അവര് എപ്പോഴേ കിടന്ന് ഓടുന്നവർ, അവർ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് അവർ വരുമ്പോൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് എഴുതി കൊടുക്കി. തങ്ങന്മാരൊക്കെ ദ്വാരക്കും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നിങ്ങൾ നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് 3ാമത്തെ വട്ടോ എന്റെ ഇവിടത്തേക്ക് ക്ഷണിച്ച സയ്യിദ് അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇനിയും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.